ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയനായ അനീഷ് ബാബു സാറ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, മലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ 123ാമത് ഓർമ്മ, അതിൻ്റെ സുഗന്ധം ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പുണ്യവാന്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ ചാപ്പലിലും പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ചൊവ്വാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടിയേറ്റ് കർമ്മത്തോടുകൂടി നാം തുടക്കം കുറിച്ചിരിക്കുകയാണ്. പതിവിന് വിപരീതമായി ഈ പ്രാവശ്യം 3 ദിവസത്തെ പ്രോഗ്രാമുകളാണ്. സാധാരണ നമ്മൾ വെള്ളിയാഴ്ച ധ്യാനം, വൈകിട്ട് റാസ, ശനിയാഴ്ച വിശുദ്ധ കുർബാന എന്നുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വ്യാഴാഴ്ച മുതലേ നമ്മുടെ ശുശ്രൂഷകൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ ഈ ദിനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിത മൂല്യങ്ങളും ജീവിതത്തിന്റെ നൈർമല്യവും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതുവാൻ നമുക്ക് ഇടയായി തീരണം. നമ്മൾ ഇന്ന് വായിച്ചു കേട്ട 95-ാം സങ്കീർത്തനത്തിലെ പ്രധാനമായിട്ടും നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ സങ്കീർത്തനത്തിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. ഒന്നാമതായി, നമ്മളെല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ടാണ്. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറഞ്ഞാൽ, ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയനുസരിച്ച് അത് പങ്കിട്ട് നൽകുമ്പോൾ അത് എത്രമാത്രം ഉദാത്തമായി, സമർപ്പണത്തോടെ, വിനയത്തോടെ അത് കേൾക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ദൈവശബ്ദത്തിന്റെ കേൾവി അർത്ഥമാക്കുന്നത്. 2025 പരിമല തിരുമേനിയുടെ പെരുന്നാളിന് വന്നു, പ്രസംഗം കേട്ടു എന്നുള്ളതിന് അപ്പുറമായി നാം ഇന്ന് കേൾക്കുന്ന ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി അംഗീകരിക്കുവാൻ നമ്മുടെ മനസ്സിൽ അതിനൊരു താല്പര്യം ഉണ്ടാകും. നമ്മുടെ ആയുസ്സിനൊത്തവണ്ണം നമ്മൾ പല പ്രാവശ്യം വചനം കേട്ടിട്ടുണ്ട്, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മളതിനെ വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് പകർത്തപ്പെടുന്ന വചനം അത് അംഗീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വിനയം അത്യാവശ്യമാണ്. അടുത്തതായിട്ട് പറയുന്നത്, ഇത് കേട്ടാൽ മാത്രം പോരാ, വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ കടുപ്പം കുറയണം. ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹൃദയം കടുപ്പമാകരുത്, കഠിനമാകരുത്. വചനം കേൾക്കുമ്പോൾ ഹൃദയം മാംസളമായി മാറണം എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിലുള്ളതെല്ലാം വചനത്തിനറിയാം. ഹൃദയത്തിലുള്ളതെല്ലാം വചനത്തിനറിയാം എന്ന് വെച്ചാൽ ദൈവത്തിനറിയാം. ആ വചനം ആത്മീകമായ ഭാവത്തോടെ, വിനയത്തോടെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കുറച്ചുകൂടി മാംസളമായി മാറണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലുമൊക്കെ പ്രവാചകന്റെ ഒരു വലിയ വിലാപമുണ്ട്. ഇസ്രായേൽ മക്കളെ, നിങ്ങൾ എന്റെ വചനം കേൾപ്പീൻ. എന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. നിങ്ങളത് വേണ്ടവണ്ണം കേട്ടില്ലെങ്കിൽ ഈ ചുറ്റിക കൊണ്ട് അടിച്ച് തകർത്ത് കളയും. അതാണ് വചനത്തിന്റെ ശക്തി. അതുകൊണ്ട് ആ വചനം ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മനുഷ്യത്വമുള്ളവരായിട്ട് മാറണം. കുറച്ചുകൂടി നമ്മുടെ ഹൃദയം സരളമാകണം, കടുപ്പം മാറണം, പക വിട്ടുപോകണം, ശത്രുത നീങ്ങിപ്പോകണം, ദൈവ സ്നേഹത്തിൽ നിറയണം. ദൈവത്തിന്റെ വിശുദ്ധി, പരിമല തിരുമേനി ദൈവത്തിൽ നിന്ന് എങ്ങനെ വിശുദ്ധി സ്വീകരിച്ചുവോ അതുപോലെ ദൈവമേ, മഹാപരിശുദ്ധനായ ദൈവമേ, പാപിയും പൊടിയും കൃമിയുമാകുന്ന എന്നെ ആ നൈർമല്യത്തിലേക്ക് വിളിച്ച് ആനയിക്കണമേ എന്നുള്ള
പ്രാർത്ഥനയോടുകൂടി വചനം കേൾക്കുവാൻ ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. അതിന്റെ ഒന്നാമത്തെ വാക്യം പറഞ്ഞത് അതാണല്ലോ, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക. വീണ്ടും അതിന്റെ 6-ാം വാക്യം പറയുന്നു, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക. ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. ദൈവത്തിന്റെ വിളി കേൾക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, ആ ശബ്ദം കേട്ട് ഹൃദയം കൂടുതൽ സരളമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ആമുഖ വചനങ്ങൾ വിരാമം കുറിക്കുകയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സന്ധ്യാവേളയിൽ വചനം പങ്കിട്ട് നൽകുവാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരനായ അനീഷ് സാറാണ്. അനീഷ് സാറ് ഹരിപ്പാട് ആരാഴി സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. മലങ്കര സഭയുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ വെൺമണി LMHS ഹൈസ്കൂളിൽ അധ്യാപകനായി, ഇംഗ്ലീഷ് അധ്യാപകനായി ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വളരെ ആത്മസുഹൃത്തുക്കളാണ്. എന്തോ ഒരു ഒരു വര മാറിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഇപ്പോൾ കുപ്പായമൊക്കെ ഇട്ട് ഒരു അച്ഛനായിട്ടൊക്കെ ഇവിടെ കണ്ടേനെ. പക്ഷേ ഇന്ന് അനേകം കുഞ്ഞുങ്ങൾക്ക് വിദ്യയുടെ വെളിച്ചം പകരുവാനും അതുപോലെ തന്നെ ദൈവവചനത്തിൽ നിന്ന് ആഴമായി സന്ദേശങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ദൈവം തമ്പുരാൻ ഇപ്പോൾ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ സ്നേഹത്തോടെ ആദരവോടെ പ്രിയപ്പെട്ട അനീഷ് ബാബു സാറിനെ ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, പെരുന്നാൾ കൺവീനേഴ്സ്, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങള്, മർത്തമറി സമാജം പ്രവർത്തകര്, പ്രത്യേകിച്ച് നമ്മുടെ ഗായക സംഘം, കുഞ്ഞുങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യമുണ്ട്. ദേവാലയത്തിന്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ, ഹരിപ്പാട് മുതൽ പായിപ്പാട്, വിയ്യപുരം അങ്ങ് പണ്ടങ്കേരി വരെയുള്ള ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. എല്ലാവരെയും ദൈവാത്മാവ് ശക്തീകരിക്കട്ടെ. വിനയത്തോടുകൂടി വചനം കേൾക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെന്നോ ആശംസിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ